എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ഒരു 0, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തിനാണ് ഇങ്ങനൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം ഇത് ഹെഡ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. എന്തിനാണ് ഇത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് അറിയോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ചിൻ്റെ കൃത്യമായിട്ടുള്ള യൂസേജ് ആണ്. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, രാകേഷ് ഞാനിത് 2-ൽ 1-ൽ അതോ 0-ൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് 0-ൽ കഴിഞ്ഞാൽ, അതായത് ഈ കാണുന്നൊരു 0 പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഏറ്റവും പൊങ്ങി നിൽക്കുന്ന, അതായത് ഏറ്റവും അപ്പായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനാണ് 0 എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് താഴോട്ടാക്കുന്ന സമയത്ത്, അതായത് 1, 2, ഈ 3 ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഹെഡ്ലൈറ്റ് താഴുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു പൊസിഷനിലാണ് നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഇടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി? അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും, നമ്മുടെ പൊസിഷൻ, ഞാനിപ്പോൾ ഈ വാഹനത്തിനകത്ത് ഇരുന്ന് എനിക്ക് വേണ്ട പൊസിഷൻ എത്രയാണ്, അതായത് എനിക്ക് ഫ്രണ്ടിലത്തെ വിസിബിലിറ്റി കിട്ടുന്നത്, കാരണം ഞാൻ പൊക്കം കുറഞ്ഞ ഒരാളാണെങ്കിൽ, അതായത് ഇങ്ങനെ താന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഹെഡ്ലൈറ്റ് കുറച്ച് പൊങ്ങിയിരുന്നേ പറ്റത്തുള്ളൂ. ഞാൻ നല്ല പൊക്കമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മേളിലോട്ടല്ല, എന്നാൽ എനിക്ക് കാണേണ്ട വിസിബിലിറ്റി, അതായത് ഓരോ വ്യക്തികളുടെയും ഹൈറ്റ് അനുസരിച്ച് അവരുടെ വിസിബിലിറ്റി അനുസരിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഞാൻ കയറുമ്പോൾ എനിക്ക് 0 കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷേ വേറൊരാൾ കയറുമ്പോൾ അദ്ദേഹത്തിന് 2 ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ എത്ര ഹൈറ്റ് താത്തി വെക്കുക, അല്ലെ എത്ര ഹൈറ്റ് പൊക്കി വെച്ചിട്ടും ഒരു പരിധിയിൽ കൂടുതൽ പൊങ്ങുന്നില്ല, എനിക്ക് പക്ഷേ കുറച്ചുകൂടെ മുമ്പിലോട്ട് കാണണം, കാരണം റോഡ് വിസിബിലിറ്റി ഭയങ്കര മോശമാണ് എന്ന് പറയുന്നവർക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഇലക്ട്രിക്കായി അഡ്ജസ്റ്റ് ചെയ്യാനും മെക്കാനിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഞാൻ ഈ ഒരു വാഹനം, അതായത് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളൊരു ക്രെറ്റ വാഹനമാണ്. ഈ ക്രെറ്റയെ കാണിച്ചു തരുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഇതുപോലെ LED വരുന്ന വാഹനത്തിന് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു വാഹനമാണെങ്കിലും, അതിപ്പോൾ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ് വരുന്ന വാഹനമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു LED യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിലോ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് LR. എത്ര പേർക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിക്കാം, ലെഫ്റ്റിലോട്ട് തിരിക്കാം, 10% നമുക്കിതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് വരുത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു സ്ക്രൂ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതിലെ നേരെ ഒരു സ്റ്റാർ സ്ക്രൂ ഇട്ട് തിരിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചുമ്മാ ഇട്ട് തിരിക്കരുത്. കൃത്യമായിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വാഹനം പാർക്ക് ചെയ്യുക തൊട്ട് ഫ്രണ്ടിൽ, അതായത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഒരു മതിലോ വല്ലതും സൈഡിൽ, അതായത് ഇവിടെ ഒരു മതിലുള്ള രീതിക്ക് ഈ ഒരു വാഹനം കൊണ്ടിടുക, ലൈറ്റ് അടിക്കുക, 2 സൈഡിലെയും ലൈറ്റ് ഒരുപോലെ പൊങ്ങുകയും താഴെയും ചെയ്യണം. അതായത് ഹൈറ്റ് നിങ്ങൾ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആ സൈഡിൽ അപ്പ് ചെയ്യണം. അതായത് ഒന്ന് താഴെയും ഒന്ന് പൊങ്ങിയും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.